ബൈജു, ലോറി കണ്ടെത്തി എന്നതാണ് നിർണായകമായ വിവരം. അതിന്റെ ഔദ്യോഗിക സ്ഥിരീകരണമാണ് ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവിടെ അപ്പോൾ ഉയർന്ന ഒരു സംശയം, കണ്ടെത്തിയിരിക്കുന്ന ലോറി അർജുന്റേതാണോ എന്നതാണ് നമുക്ക് ഉറപ്പിക്കേണ്ടത്. അർജുന്റെ വാഹനം അല്ലാണ്ട് ഏതെങ്കിലും വാഹനങ്ങൾ, വലിയ വാഹനങ്ങൾ മിസ്സിംഗ് ആണ് എന്നത് ഇതിനോടകം ആരെങ്കിലും പറഞ്ഞോ, വാർത്തയായോ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സാധ്യതയുണ്ടോ? അതോ ഈ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് അർജുന്റെ വാഹനമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അവിടെ ഒരു ട്രക്ക്, ഇത്ര വലിയൊരു ട്രക്കോ അത്ര വാഹനങ്ങളോ ഉണ്ടായതായി ഇതുവരെ ജില്ലാ ഭരണകൂടമോ സൈന്യമോ അത്തരത്തിലുള്ള വിവരങ്ങൾ കൈമാറിയിട്ടില്ല. സൈന്യത്തിനോ അത്തരത്തിലുള്ള വിവരങ്ങൾ ജില്ലാ ഭരണകൂടം കൈമാറിയിട്ടില്ല. പ്രധാനമായും അർജുന്റെ ട്രക്ക് ആണ് അവിടെ വലിയൊരു വാഹനമായി ഉണ്ടായിരുന്നത്. മറ്റേത് ഒരു ആൾട്ടോ കാറാണ്, പിന്നീട് ഒരു ബെൻസ് കാറാണ്. ഇത്തരത്തിലാണ് നേരത്തെ വന്ന വിവരങ്ങൾ. വലിയ ഒരു വാഹനം അർജുന്റേത് മാത്രമാണ് അവിടെ ഉണ്ടായതെന്നാണ് എന്തായാലും നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും ഈ റവന്യൂ മന്ത്രിയുടെ ഈ ട്വീറ്റിൽ അർജുന്റെ വാഹനം എന്ന് എടുത്തു പറയുന്നില്ലെങ്കിലും കൃത്യമായി വൺ ട്രക്ക് അങ്ങനെ തന്നെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് അർജുന്റെ തന്നെ ആയിരിക്കുമെന്ന നിഗമനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം വരട്ടെ, ഇനിയും കാത്തിരിക്കാം. അത്രയെങ്കിലും നമുക്ക് 9ാം നാൾ ഇതിന്റെ ഒരു സൂചനകൾ ലഭിച്ചത് തന്നെ വലിയ ആശ്വാസമാണ്. രേണുക, ഇവിടെ ശക്തമായ മഴയാണ്, പുറത്തിറങ്ങാൻ കഴിയാത്ത അത്രയും വലിയ ശക്തമായ മഴയാണ്. പക്ഷെ ഇപ്പോൾ ആ തെരച്ചിലിന് അതൊന്നും ബാധിക്കുന്നില്ല. രാത്രി മുഴുനീള തിരച്ചിലുണ്ടാവും എന്നാണ് അവിടെ നിന്നും MLA വ്യക്തമാക്കിയത്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടാവും. കാരണം ഈ വണ്ടി കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടി ഇനി പുറത്തെടുക്കുക എന്ന ദൗത്യമാണ് നമ്മുടെ സേനകൾക്കുള്ളത്. അത് നമ്മുടെ കരസേനയും നാവികസേനയും വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാം. അവരുടെ പ്രവർത്തനം അത്തരത്തിൽ വളരെ മികച്ച രീതിയിൽ 2 ദിവസം കൊണ്ട് തന്നെ ഈ കരസേന എത്തി ഇത്തരത്തിൽ ഈ ട്രക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് തന്നെ അത് വലിയൊരു കാര്യമാണ്. അത്രത്തോളം പ്രാർത്ഥനകളും കാത്തിരിപ്പുമാണ് ഈ അർജുനും അതുപോലെ തന്നെ ഈ ലോറി കണ്ടെത്താനുമായി. ഏതായാലും ഇത് അർജുന്റെ ട്രക്കാണെന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ സൂചന ലഭിക്കുന്നത്. ഔദ്യോഗിക സ്ഥിരീകരണം അർജുന്റെ വാഹനമാണ് എന്നത് തന്നെ ഉടൻ റവന്യൂ മന്ത്രിയുടെ അടുത്ത ട്വീറ്റ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുമാത്രമല്ല, സൈന്യത്തിന്റെ ആസ്ഥാനത്തു നിന്നും ബംഗളൂരുവിൽ നിന്നും ഒരു സ്ഥിരീകരണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകം. ആ ട്വീറ്റ് ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോഴും അർജുന ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല എന്ന ഏറ്റവും വലിയ നിരാശ മാത്രം നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാൻ സാധിക്കും. രേണുക, KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ലോറി കണ്ടെത്തിയെന്ന നിർണായക വിവരം ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ന്യൂസ് 18 ആണ്. KV ബൈജുവിനോട് സംസാരിക്കുമ്പോൾ AK അഷ്റഫ് MLA ആണ് ലോറി കണ്ടെത്തിയെന്നുള്ള വിവരം പങ്കുവെക്കുന്നത്. അത് ന്യൂസ് 18 പ്രേക്ഷകരെ അറിയിച്ചു. അതിനുശേഷം സച്ചിൻ ദേവ് MLA ഉൾപ്പെടെയുള്ളവർ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയില്ല എങ്കിലും പോസിറ്റീവ് വാർത്ത ഉണ്ടാകും എന്നത് സൂചിപ്പിച്ചു. ഇപ്പോൾ റവന്യൂ മന്ത്രി, കർണാടകയുടെ റവന്യൂ മന്ത്രി തന്നെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്ന വിവരം പുറത്തുവിടുകയാണ്. പക്ഷേ അത് അർജുന്റെ ലോറിയാണ് എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും അവിടെ കൃത്യമായി ഈ തെരച്ചിൽ പ്രക്രിയ നടക്കുകയാണ്. ഡീപ് ഡൈവേഴ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ലോങ് ആം ബൂമർ എക്സ്കവേറ്റർ ഉപയോഗിച്ചും മറ്റുമൊക്കെയുള്ള തെരച്ചിലും മറ്റ് നടപടികളും അവിടെ പുരോഗമിക്കുകയാണ്. ഒപ്പം കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെ തെരച്ചിലുകളും നടക്കുന്നുണ്ട്. കൂടുതൽ ആരെങ്കിലും ഈ അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ മൃതദേഹം എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലൊക്കെയുള്ള തെരച്ചിൽ അവരും നടത്തുന്നുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ഓപ്പറേഷൻ അവിടെ